എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിലെ മൂന്നാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. 421-7 എന്ന നിലയ്ക്ക് നിന്നും ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ആദ്യ സെഷനിൽ തന്നെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 180 പന്തിൽ 87 റൺസ് നേടിയ ജഡേജയും അക്സർ പട്ടേലും കൂടെ ആയിരുന്നു ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ചത്. 15 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് ജഡേജയെ നഷ്ടമായി. തൊട്ടു പിന്നാലെ തന്നെ ബുംറയും അക്സർ പട്ടേലും പുറത്തായതോടെ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 436 ഓൾ ഔട്ട് ആയി. 87 റൺസ് നേടിയ ജഡേജ, 86 റൺസ് നേടിയ രാഹുൽ, വെടിക്കെട്ട് പ്രകടനത്തോടെ 80 റൺസ് നേടിയ ജയ്സ്വാൾ എന്നിവരാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ മികച്ചു നിന്നത്. ഇംഗ്ലണ്ട് ബൌളിംഗിൽ റൂട്ട് 4 വിക്കറ്റ് നേടി മിന്നിത്തിളങ്ങി. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് ആദ്യം മുതൽ ആക്രമിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാക്രോളി ഡക്കറ്റ് സഖ്യം മികച്ച പാർട്ണർഷിപ്പ് നൽകിയെങ്കിലും 9ാം ഓവറിൽ ഇന്ത്യ ആദ്യ ബ്രേക്ക് ത്രൂ കണ്ടെത്തി. 33 പന്തിൽ 31 റൺസ് നേടിയ സാക്രോളിയെ അശ്വിൻ മടക്കി. മറുവശത്ത് ഡക്കറ്റ് റൂട്ട് സഖ്യം ഇംഗ്ലണ്ടിനെ കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും ഡക്കറ്റിനെ പുറത്താക്കി ബുംറ ഇംഗ്ലണ്ടിന്റെ നട്ടെല്ല് ഒടിച്ചു. തൊട്ടു പിന്നാലെ തന്നെ റൂട്ടും പവിലിയനിലേക്ക് മടങ്ങിയതോടെ ഇംഗ്ലണ്ട് ഒന്ന് പതറി. അപ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 117-3. മറുവശത്ത് 3ാം നമ്പരിൽ എത്തിയ ഒല്ലി പോപ്പ് അടിപതറാതെ നിലയുറപ്പിച്ചു. പിന്നീട് വന്ന ബെയർസ്റ്റോ, സ്റ്റോക്സ് തുടങ്ങിയ താരങ്ങൾക്കും യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ബെയർസ്റ്റോ 10 റൺസ് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ സ്റ്റോക്സ് 6 റൺസിന് പുറത്തായി. എന്നാൽ പോപ്പ് ബെൻ ഫോക്സിനെയും കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചു. പോപ്പ് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. 154 പന്തിൽ 10 ഫോർ ഉൾപ്പെടെ നേടി പോപ്പ് ഹൈദരാബാദിൽ ആദ്യ സെഞ്ചുറി കുറിച്ചു. അതുപോലെ ഫോക്സും മികച്ച പിന്തുണയാണ് പോപ്പിനെ ഇന്ന് നൽകിയത്. ഇന്ത്യൻ ബൌളിംഗിൽ ബുംറ, അശ്വിൻ എന്നിവർക്ക് 2ഉം ജഡേജ, അക്സർ പട്ടേൽ എന്നിവർക്ക് ഓരോ വിക്കറ്റും വീതവും ലഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് 300 റൺസിന് മുകളിൽ നേടിയിട്ടുണ്ട്. പോപ്പും ഫോക്സും ചേർന്ന് മികച്ച പാർട്ണർഷിപ്പ് ആണ് പടുത്തുയർത്തിയെങ്കിലും ഫോക്സിന് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. ഇംഗ്ലണ്ട് ഓൾറെഡി 100 റൺസിലധികം ലീഡ് നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ബൌളർമാർ നാളെ ഇംഗ്ലണ്ടിനെ ആദ്യ സെഷനിൽ തന്നെ മുട്ടുകുത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.